വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്റ്റുഡൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ ഓരോ വിഭാഗത്തിലേക്കും മത്സരങ്ങളിലേക്കും എങ്ങനെ അസൈൻ ചെയ്യാമെന്നതാണ്. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ പ്രോഗ്രാമുകളാണ് ചേർക്കേണ്ടത്, അതിനുശേഷമാണ് ഗ്രൂപ്പ് ജനറൽ പ്രോഗ്രാമുകൾ ചേർക്കേണ്ടത്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റുകളായി ഓരോന്നും കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് ജനറൽ പ്രോഗ്രാമിനെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ബൈ കാറ്റഗറി എന്ന മെനു സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ബൈ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജനറൽ എന്നുള്ള പ്രോഗ്രാമിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കുട്ടീനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജനറൽ എന്ന് സെലക്ട് ആക്കുക. നമ്മൾ സീനിയർ വിഭാഗത്തിലേക്കാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ സീനിയർ വിഭാഗത്തിന് സെലക്ട് ആക്കി കഴിഞ്ഞാൽ സീനിയർ വിഭാഗത്തിൽ ഏതെല്ലാം വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ കുറേ മത്സരങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഐക്കണിൽ ഡിലീറ്റ് എന്നുള്ള ഈ കോളത്തിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പ്രോഗ്രാമിന് ഒരു കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോഗ്രാമിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാമിന് മലയാളം സ്പീച്ചിലേക്ക് ഏതൊക്കെ കുട്ടികളെ ചേർത്തിട്ടുണ്ടോ ആ കുട്ടികളൊക്കെ ഡിലീറ്റ് ചെയ്തതിന് മാത്രമാണ് പിന്നീട് അതിനെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സീനിയർ സ്പീച്ച് മലയാളം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ഓപ്ഷൻ ഇല്ല. കാരണം ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം സ്പീച്ച് മലയാളത്തിലേക്ക് ഒരു കുട്ടിയെ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സീനിയർ വിഭാഗത്തിൽ നമുക്ക് ലിസ്റ്റ് ബൈ കാറ്റഗറി എന്നതിൽ നോക്കിയാൽ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സീനിയർ വിഭാഗത്തിൻ്റെ സോങ് അറബിക്കിലേക്ക് കുട്ടികളെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒഴിവാക്കണമെങ്കിൽ, ആ പ്രോഗ്രാമിനെ എഡിറ്റോ ഡിലീറ്റോ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ചേർത്തതിനെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി വളരെ സഹായകരമാകുന്ന ഒന്നാണ് അസൈൻ പ്രോഗ്രാമിൽ ലിസ്റ്റ് ബൈ ടീം എന്നുള്ള ഒരു മെനു. ലിസ്റ്റ് ബൈ ടീം എന്നുള്ള മെനുവിൽ നമുക്ക് ഇപ്പോൾ ടീമിൻ്റെ പേരുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിൽ എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിൽ എല്ലാ പരിപാടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സ്പീച്ച് മലയാളത്തിലേക്ക് നൂറെ ജമാൽ എന്ന ടീമിൽ നിന്ന് ആരൊക്കെ ചേർന്നിട്ടുണ്ട്, സോങ് അറബിക്കിന് ആരൊക്കെ ചേർന്നിട്ടുണ്ട് എന്നൊക്കെ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ വേറെ ഒരു ഗ്രൂപ്പിന് സെലക്ട് ആക്കി കഴിഞ്ഞാൽ, മറ്റൊരു ടീം സെലക്ട് ആക്കി കഴിഞ്ഞാൽ ആ ടീമിന് എന്തൊക്കെ പ്രോഗ്രാമുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടുന്ന് കൃത്യമായി കാണാം. നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീന് വന്ന് കിട്ടും. നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് കൊടുക്കാം. ഇനി ചില അത്യാവശ്യത്തിന് ചിലപ്പോൾ PDF ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്ററിൽ ഇവിടെ ഈ വലത് സൈഡ് നമുക്ക് കാണുന്ന എപ്സണിലാണ് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നത്. അവിടെ താഴെ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ OS ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് പ്രിൻ്റ് ടു PDF എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പ്രിൻ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് PDF ആയി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പ്രിൻ്റ് വരില്ല. ഇപ്പോൾ ഇവിടെ ഈ താഴെ കാണുന്ന പ്രിൻ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് വരില്ല. അതിന് പകരം മൈക്രോസോഫ്റ്റ് പ്രിൻ്റ് ടു PDF ഫയലായിട്ട് മാറുന്നതാണ്. നമുക്ക് ഇവിടെ PDFൻ്റെ സേവ് ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ടീമിൻ്റെ പേര് കൊടുത്തുകൊണ്ട് നമുക്കത് ഇതിവിടെ സേവ് ചെയ്ത് വെക്കാം. ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ട് ഇന്നിവിടെ സൂചിപ്പിച്ചത് അസൈൻ പ്രോഗ്രാമിൽ ലിസ്റ്റ് ബൈ പ്രോഗ്രാം, ലിസ്റ്റ് ബൈ കാറ്റഗറി, ലിസ്റ്റ് ബൈ സ്റ്റുഡൻറ്റ്, ലിസ്റ്റ് ബൈ ടീം, ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ചില മെനുകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അടുത്തതായി നമുക്ക് കോഡ് ലെറ്റർ എന്നുള്ള മെനുവിൽ പോകാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ഈ അസൈൻ പ്രോഗ്രാം വരെയുള്ള പരിപാടികളെല്ലാം നമുക്ക് മത്സരത്തിൻ്റെ കുറേ മുമ്പ് തന്നെ എല്ലാം ചെയ്തു വെക്കാവുന്നതാണ്. ഇനി മത്സരം നടക്കുമ്പോഴാണ് നമ്മൾ ഈ കോഡ് ലെറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ അസൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സോങ് അറബിക്കിന് ഇപ്പോൾ മത്സരം നടക്കാൻ സമയമായിരിക്കുന്നു എങ്കിൽ സോങ് അറബിക്ക് നമ്മൾ നറുക്കിട്ട് കൊടുത്തുകൊണ്ട് ഓരോ കുട്ടികൾക്കും കോഡ് ലെറ്റർ കൊടുക്കും. ആ കോഡ് ലെറ്റർ കിട്ടിയ ഉടനെ നമ്മൾ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ അസൈൻ എന്നുള്ള ഇതിലിപ്പോൾ 101 എന്ന നമ്പറിലേക്ക് ഏതാണോ കോഡ് ലെറ്റർ, B എന്നുള്ള കോഡ് ലെറ്ററാണ് കിട്ടിയെങ്കിൽ B ടൈപ്പ് ചെയ്യാം. അടുത്ത
102 എന്നതിലേക്ക് സി ആണ് എങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. ടാബ് കീ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകുന്നതാണ്. 103 എ ആണ് കിട്ടിയതെങ്കിൽ എ കൊടുക്കാം. പിന്നെ 104 ഡി ആണെങ്കിൽ ഡി എന്ന് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ നറുക്കിട്ട് കഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ കോഡ് ലെറ്റർ അങ്ങനെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ആ ചെസ്റ്റ് നമ്പറിന് മുമ്പിൽ നമ്മൾ കൃത്യമായി തെറ്റാതെ അടിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്പേസ് വരാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ബി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു സ്പേസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ സ്പേസ് വന്നാൽ അത് പോയിന്റിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് ലെറ്റർ എല്ലാം സേവ് ആവുന്നതാണ്. അപ്പോൾ കോഡ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞ പ്രോഗ്രാം ആണെങ്കിൽ ഇത് ഇങ്ങനെ ഈ ചിഹ്നമാണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ മുകളിലൊക്കെ കൊടുക്കാത്തത് കൊണ്ട് അസൈൻ കോഡ് എന്ന് റെഡ് ടെക്സ്റ്റ് കളറായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ അതിന് കോഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ആ മാർക്ക് ചേർക്കുന്നതിന് മുമ്പാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. മാർക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നിന്ന്, ഈ ലിസ്റ്റിൽ നിന്ന് സോങ് അറബിക് എന്നുള്ളത് ഒഴിവായി പോകും. പിന്നെ നമുക്കതിന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് വ്യൂ എന്നുള്ള ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാർക്കുകൾ കൂടി ചേർത്ത് കഴിഞ്ഞു പോയി. മാർക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് നമുക്ക് അറിയുന്നത് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കോഡ് ലെറ്റർ തെറ്റാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അടിച്ചിട്ടുള്ള മാർക്കുകൾ ജഡ്ജസ് തന്നത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ക്യാൻസൽ കോഡ് ലെറ്റർ ആൻഡ് മാർക്ക് എന്ന് കാണിക്കണം. ഈ ക്യാൻസൽ കോഡ് ലെറ്റർ ആൻഡ് മാർക്ക് എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവിടത്തേക്ക് വരാൻ പറ്റില്ല. ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കോഡ് ലെറ്ററൊക്കെ കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷമല്ല, ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ആദ്യം ഡിക്ലെയർ ക്യാൻസൽ ചെയ്യണം. ഡിക്ലെയർ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് വന്നതിന് ശേഷം അസൈൻ പ്രോഗ്രാമിൽ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വലതുഭാഗത്ത് ക്യാൻസൽ കോഡ് ലെറ്റർ ആൻഡ് മാർക്ക് എന്ന് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോങ് അറബിക് കോഡ് നമ്പർ 2 സോങ് അറബിക് സീനിയർ വിഭാഗം എന്നതിൻ്റെ കോഡ് ലെറ്ററും ക്യാൻസലായി പോകും, അതുപോലെ തന്നെ മാർക്കും ക്യാൻസലായി പോകും. ഇത് അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ക്യാൻസലായി കഴിഞ്ഞാൽ ഇനി തുടക്കത്തിൽ നിന്ന് തന്നെ നമ്മൾ കോഡ് ലെറ്റർ കറക്റ്റായി അടിക്കുക, അതുപോലെ തന്നെ മാർക്കുകളും കറക്റ്റായി അടിച്ചതിന് ശേഷം വീണ്ടും ചെയ്യാം. നമുക്ക് ക്യാൻസൽ കോഡ് ലെറ്റർ ആൻഡ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അത് ഓക്കെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓക്കെ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സോങ് അറബിക് എന്നതിൽ സീനിയർ. നേരത്തെ ഇവിടെ ചിഹ്നം ഉണ്ടായത് മറ്റൊരു ചിഹ്നമായിരുന്നു. ഇപ്പോൾ ഒരു ഹെഡിൻ്റെ ചിഹ്നം ഉണ്ടായിരുന്നു, അത് പോയി ഇപ്പോൾ അസൈൻ കോഡ് വീണ്ടും വന്നു. കാരണം കോഡ് ലെറ്ററിനൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തു. അപ്പോൾ മാർക്കും ആ പ്രോഗ്രാമിന് അടിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കും കൂടി ക്യാൻസൽ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ക്യാൻസൽ മാർക്ക് അതുപോലെ തന്നെ കോഡ് ലെറ്റർ ഇത് രണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ അസൈൻ കോഡിന് ചെയ്തതിന് ശേഷം ഇവിടെ ഹെഡ് ഐക്കൺ ഉണ്ടാകും. ആ ഹെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ മാർക്കും ചേർക്കുക, വീണ്ടും ക്യാൻസലാക്കുക, ചേർക്കുക, ആ രീതിയിലേക്ക് നമ്മൾ പോകരുത്. അതൊരു നല്ല പ്രാക്ടീസ് അല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അത് പ്രോഗ്രസ്സിലേക്ക് അതൊരു വീഴ്ച പോലെ വരും. അപ്പോൾ നമുക്ക് പലതും തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും കൃത്യമായി തന്നെ കോഡ് ലെറ്ററും മാർക്കും ജഡ്ജസിൻ്റെ സ്ലിപ്പ് നോക്കിക്കൊണ്ട് കൃത്യമായി മാർക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.